ഇപ്പോഴുള്ള നിലവിലുള്ള പ്രാർത്ഥനാ രീതികളിലെ ദൈവസാന്നിധ്യം വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ച് ഭൗതികമായ മേഖലകളിലെ ഇതുപോലെ വെളിവാക്കുന്ന വേറൊരു പ്രാർത്ഥനാ രീതികളില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ളത്. അപ്പം ഈ നമ്മുടെ കൂടെ ദൈവം വരുന്നതിന് വേണ്ടിയാണ് നമ്മളെന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യുന്നത്. മനസ്സിലായ? ചൊല്ലണതല്ല, ചെയ്യുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്? അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സാങ്കേതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഉടമ്പടി ചിലർക്ക് പകുതിയേ ഫലിക്കത്തുള്ളൂ, ചിലത് പകുതി ഫലിക്കത്തില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ അത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. എന്താ സാങ്കേതികം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ രോഗികൾക്ക് സഹായം കൊടുക്കാൻ പറയും. അപ്പോൾ ഉടമ്പടി എടുത്താണ് രോഗികൾക്ക് കൊണ്ട് സഹായം കൊടുക്കുക. എന്നാൽ 10, 50, 100 കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊടുത്തിട്ട് പോരും. ഇത് സാങ്കേതികമാണ്, ഇത് വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നമുണ്ട്. കാര്യം, ഒരു രോഗിയെ കാണുമ്പോൾ ഈശോ പറയും, ഞാൻ ആന്ധ്രക്കാരനെ കണ്ട് അല്ലെങ്കിൽ ബംഗാളിയെ കണ്ട് എന്നല്ല പറയണത്. എന്താണ് അത്? ആരായാലും ഞാൻ രോഗിയായിരുന്നു എന്നാ പ്രശ്നം. പിടികിട്ടിയാ? ഞാൻ രോഗിയായിരുന്നു. ഇപ്പം 25 വായിച്ച്. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ് പ്രശ്നം. നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചു. ഇവിടെയും കൊണ്ട് ഒരു ലോഡ് കണക്ക് വസ്തിരിപ്പുണ്ട്. നമ്മൾ ഒരു ആംബുലൻസ് എടുത്ത് ഇട്ടിരിക്കുക. എന്തിനാണ്? ഈ ആംബുലൻസിൽ കയറ്റി വസ്ത്രമെല്ലാം ഓരോ രോഗികൾക്ക് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും, ആശുപത്രിയിലും പോകും. അപ്പോൾ അതിനൊക്കെ പ്രേക്ഷിതരുണ്ടെങ്കിൽ, മനസ്സുള്ളവരുണ്ടെങ്കിൽ 2-ാം ചൊവ്വാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആംബുലൻസും തരാം, അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള സ്ഥലവും പറഞ്ഞു തരാം, കൊടുക്കാനുള്ള മാർഗം തരാം. നിങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പക്ഷേ അത് സാങ്കേതികമായി നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നില്ലേ? കണ്ണില്ലാത്തവർ കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ലയൺസ് ക്ലബ്ബുകാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ആൾക്കാരെ വണ്ടി ഇടിക്കുക വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാർ പിരിവെടുത്തിട്ട് അവർക്ക് കൊടുക്കും അല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൻ പുറത്ത് നടക്കുന്നു. പക്ഷേ ഇതൊക്കെ സാങ്കേതികമായിട്ട് ആർക്കും, മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആർക്കും ചെയ്യാം. ഇതൊന്നും കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അതാ മനസ്സിലാക്കാം. ചിലപ്പോൾ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിന് അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം, അതിൻ്റെ കാര്യം നിങ്ങളത് സാങ്കേതികമായി ചെയ്തുകൊണ്ടാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ആ രോഗിയെ കാണുമ്പോൾ ക്രിസ്തുവാണെന്നുള്ള ബോധത്തിലാണ് നിങ്ങളത് സ്നേഹത്തോടെ ചെയ്യണം. അതാണ് പ്രശ്നം. ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ചെയ്താൽ പോരാ. കാര്യം അവിടെ വരേണ്ട 2 ഇതുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അപ്പം നമ്മൾക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ 2 തിമോത്തി 1:14, അതായത് കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. ജസ്റ്റ് റീഡ് ഇറ്റ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ കർത്താവിന്റെ കൃപ നമുക്കറിയാവില്ല. വി ആർ നോട്ട് റിലേ അപ്പോൺ ദി ബ്ലെസ്സിങ്സ്. ഈ ഉടമ്പടിയുടെ പ്രശ്നം ഉടമ്പടി കൃപയിലാണ് ലക്ഷ്യം വെക്കുന്നത്. അത് കൃപയുടെ ഇഫക്റ്റായ ബ്ലെസ്സിങ്സിലല്ല.
അപ്പം കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? സ്നേഹം വേണം, വിശ്വാസം വേണം. ആരോട് വേണം? കർത്താവിനോട്, ക്രിസ്തുവിനോട്. അതാണ് 2 തിമോത്തി 1:14 എന്ന് പറഞ്ഞ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം. അപ്പം നമ്മൾ അങ്ങോട്ട് വിശ്വാസവും സ്നേഹവും കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്താ വരണത്? കൃപ വരും. അതാണ് അതിൻ്റെ ഒരു ബയലാറ്ററായിട്ടുള്ള ഒരു കറണ്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കണത്. എന്താ? സ്നേഹവും വിശ്വാസവും. ഇപ്പോൾ ദൈവം നമുക്ക് തിരിച്ചു തന്നെ എന്താ? കൃപ. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് ഗോഡാണ്. ഇപ്പം പൗലോസ് അപ്പോസ്തലന് അപസ്മാരമോ അൾസറോ എന്തോ ഒരു ഗുരുതരമായ രോഗമാണ്. അപ്പം ആ മനുഷ്യൻ കർത്താവിൻ്റെ ദിവസം കണ്ണീരിടുമ്പോൾ, രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സൗഖ്യം കൊടുക്കാനല്ല. കാര്യം പൗലോസിന് സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ. 10,000 മനുഷ്യരുടെ ആത്മരക്ഷ വീണ്ടെടുക്കാൻ വേണ്ടി പൗലോസിന് വേണ്ടത് എന്താണ്? പവർ ഓഫ് ഗോഡ്, കൃപയാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവം പറയും, നീ സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഞാൻ ഗ്രേസാണ് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും അത് മതിയായതാണ്. അതാണ് മതിയാകുമെന്ന് പറഞ്ഞത്. നിനക്കെൻ്റെ കൃപ മതിയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അല്ലേ? മനുഷ്യന്മാർക്ക് കുറേ തരം ശക്തിയുണ്ടല്ലോ, പലതരത്തിൽ. പാർട്ടിയുടെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പറമ്പിൻ്റെ ശക്തിയുണ്ട് അല്ലേ, പൊന്നിൻ്റെ ശക്തിയുണ്ട്, പണത്തിൻ്റെ ശക്തിയുണ്ട്, മൊത്തം ശക്തിയാണ്. അപ്പോൾ പക്ഷേ ബൈബിൾ എപ്പോഴും പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി. അതാണ് പ്രശ്നം. ഈ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു മോഡെന്ന് പറഞ്ഞാൽ എന്താണ്? ബലഹീനതയിലാണ്. അതുകൊണ്ട് എന്ത് പറയും? എന്ത് പൗലോസ് പറയും? ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പം മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾ വിചാരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആണ്, അത് കിട്ടും എന്ന് എല്ലാ കൂട്ടുകാരെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കണം ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായെന്ന്. അപ്പോൾ നമ്മൾ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബലഹീനമായി പോകും അല്ലേ? പക്ഷെ കഴിക്കത്തില്ല, ആൾക്കാരോട് മിണ്ടത്തില്ല, വിഷം കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണത്തിന് കൂടെ മേടിച്ച് കടിച്ചു വിടും. ഇത് ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് അങ്ങനെ ആൾക്കാർ ചിന്തിച്ച് ഡൗൺ ആയി പോകും. പക്ഷേ ഇവിടെയാണ് പറയണത് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് ഓർമ്മിച്ച് തരണത്. എന്താ കാര്യം? നമ്മളിതിനെ തരണം ചെയ്യും. കാര്യം നിനക്ക് ഈ ജോലി മാത്രമാണ് നീ ഉദ്ദേശിച്ചത്, നീ സർവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിൽ എവർസോബിനി വഴികളുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം നീ ഒരു സ്ഥലത്ത് നിനക്ക് ഒരു കല്യാണം പോയി അല്ലെങ്കിൽ ഒരു കൊച്ചാഘോഷമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വിടുന്ന പറഞ്ഞ് മോങ്ങി നടക്കേണ്ട കാര്യമില്ല. ഞാനാണ് നിന്നെ ശക്തനാക്കുന്ന ദൈവം. അത് നമുക്ക് ദൈവാരൂപി ഉണ്ടെങ്കിൽ ദൈവാരൂപി ഉടനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ഇതൊക്കെ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലാവസ്ഥകളുണ്ടാകും. അപ്പം കർത്താവ് പറയും, നീ കാലാവസ്ഥകളെ ഒത്തിരിയേറെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കരുതെന്ന് പറയും. കർത്താവിൻ്റെ രീതി അതാണ്. ഇപ്പം 34 അല്ലേ, 24-32 എടുത്തേ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ പഠിക്കേണ്ടത്? പറഞ്ഞ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? എന്താണ്? അത്തിമരത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ പഠിക്കാനുള്ളത്?
അതിൻ്റെ കൊമ്പുകൾ ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു. പമ്പഴത്തിൻ്റെ കൊമ്പ്, റബ്ബറിൻ്റെ കൊമ്പൊക്കെ ചില സമയത്ത് ഷെഡ് ഔട്ട് ആവും. ഈ ഷെഡ് ഔട്ടിങ് നമുക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പം വിചാരിച്ച് ജോലി കിട്ടണില്ല, 4 കൊല്ലമായി പ്രഗ്നൻ്റ് ആയിട്ടില്ല, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പ്രഗ്നൻ്റ് ആയി, പക്ഷേ കൊച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അബോർട്ടായി പോയി. ഷെഡ് ഔട്ടാണ്, ഇല കൊഴി. എന്നിട്ട് ഈശോ എന്താ ചെയ്യണം? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പറഞ്ഞത്, നിങ്ങൾ ഈ നഷ്ടപ്പെടുന്ന കൊഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യരുത്. അതാണ് സംഭവം. നിങ്ങളതും പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കണേ. പിന്നെ പ്രാർത്ഥനയും ഇല്ല, വീട്ടിൽ ഭക്ഷണവും ഇല്ല, ആരോടും താല്പര്യവും, നാട്ടുകാരെ കാണുമ്പോൾ ഒളിച്ച് താമസിക്കുന്നു, ബന്ധുക്കളെ കാണുമ്പോൾ ഫോൺ എടുക്കണില്ല. എന്തിനീ പരിപാടി നടക്കണേ? ഈ ഷുഡ് നോട്ട് അഡ്രസ് ദാറ്റ്. അതാണ് 24:32 എന്താ പറയണത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് പഠിക്കേണ്ടത്? അതിൻ്റെ കൊമ്പ് ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്താണ് ഈശോ വിട്ടുകളഞ്ഞത്? അതിൻ്റെ അകത്ത് വിട്ടുകളഞ്ഞൊരു കാര്യം, ഇല കൊഴിയാതെ എങ്ങനെയാണ് തളർക്കണത്? പിടിയിട്ടില്ലേ? ഏത് മരമായാലും ഈ ചെറിയ നാമ്പുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് ഇല കൊഴിഞ്ഞു പോകും. ഈശോ പറഞ്ഞ ഇല കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. കാര്യം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട്, പുതിയ കൃപ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ഭൗതിക സാഹചര്യങ്ങൾ മാറിയെന്ന് വരാം. യു ഗോട്ട് ദ പോയിൻറ്റ്? മനസ്സിലായില്ലേ? പുതിയ സാഹചര്യങ്ങൾ വരുന്നു, പുതിയ കൃപ വരാൻ പോകുന്നു. അതിൻ്റെ അടയാളമായിട്ട് ദൈവിക പദ്ധതി. ഇപ്പം നിൻ്റെ പദ്ധതിക്കല്ലേ നീ പറഞ്ഞു, അയ്യോ ആ ഒരു ജോലി കിട്ടിയില്ലപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പം ഇനിയിപ്പോൾ എൻ്റെ മറ്റുള്ളവരെല്ലാം എൻ്റെ മേക്കെട്ട് കയറുമല്ലോ. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ചിലവിനൊക്കെ വേറെ ആൾക്കാരോട് ആശ്രയിക്കണത് ഐ കാണ്ട് ബെയർ. ഞാൻ വേണ്ടി ചത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നീ അടുക്കളയിരുന്ന് അമ്മയുടെ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഒരു കഥയുമില്ല. നിങ്ങൾക്ക് ഡയലോഗും എല്ലാം പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയണം. ഇവിടെയാണ് നിങ്ങൾ ഡയലോഗ് പറയേണ്ടത്. നീ പറയണ ആ ഡയലോഗൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും ചാകും, അപ്പനും ചാകും, എല്ലാം ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നീ നടക്കേണ്ട വഴി. എത്ര സാക്ഷ്യങ്ങളുണ്ടങ്ങനെ, എത്ര സാക്ഷ്യങ്ങളുണ്ടങ്ങനെ. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് വന്നില്ലേ? ഇപ്പം കേട്ട സാക്ഷ്യമില്ലേ? എൻ്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത്, എടി ഉടമ്പടിത്തേലെടുത്തിന് ഇറങ്ങിക്കേ, നമുക്ക് പത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് റിസൾട്ട് വരുമ്പോൾ? കർത്താവേ എൻ്റെ ലൈഫ് മൊത്തം ഡാർക്കാവുകയാണല്ലോ. ഇവിടെ ഭയങ്കര കോമഡി ആയിട്ട് അതൊക്കെ പറഞ്ഞിരിക്കണത്. കാര്യം ഡാർക്ക് ചെയ്യണമല്ലോ. ഡാർക്ക് ചെയ്യുമ്പോൾ തെറ്റാണോ ശരിയാണെന്ന് അറിയത്തില്ലാതെ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തരം നമ്മൾ ഡാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് തന്നെ ഉത്തരം കമ്പ്യൂട്ടറായാലും നമ്മുടെ പേപ്പറിലായാലും നമ്മളത് കറുപ്പിക്കണ്ടേ? കാരണം ഡാർക്ക് ചെയ്യണം. അപ്പോഴും ഇവർക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞ് ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയോട് പറയും, ഈശോ നീയാണ് ആകപ്പാടൊരു ലൈറ്റ്, എനിക്ക് ഉത്തരവൊന്നും അറിയാൻ പാടില്ല. ഞാൻ നിന്നെ വിളിച്ചാണ് ഇതെല്ലാം ഡാർക്കാകണത്. എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ ഇത് ഡാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇമാജിനറി ഡയലോഗൊക്കെ ഈശോയോട് പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഈശോയോട് സ്നേഹമുണ്ട്. അതാണ് വിഷയം. ഒരു ബുദ്ധിബോധമില്ലാതെ കിട്ടണതിന് ഡാർക്കാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈശോയുടെ ഡയലോഗിന് പഞ്ഞമൊന്നുമില്ല. ഓരോ മനുഷ്യൻ സർവൈവ് ചെയ്യണ രീതികൾ നോക്കണം. പക്ഷേ എന്താ കണ്ണും പൂട്ടി കണ്ണു കാണാൻ പാടില്ലാതെ, ഡാർക്കാണോ വൈറ്റാണെന്ന് അറിയാൻ പാടില്ല, ഉത്തരം ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പാടില്ലാതെ യേശുക്രിസ്തു മാത്രം ശരിയെന്നും പറഞ്ഞ് ഡാർക്ക് ചെയ്ത് വിടുകയല്ലേ ഈ സംഭവം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ അടിപൊളി റിസൾട്ടല്ലേ വരുന്നത്? എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു രീതി കണ്ട പലതും എന്താ സംഭവിച്ചാൽ ഇപ്പോൾ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഞാൻ ആ ഉപദേശം ഉടനെ പിടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള വല്ലാത്ത ഉപദേശം കൊടുത്ത് ജനങ്ങളെ വശകേടാക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാ കാര്യവും കർത്താവ് ചെയ്യുമെന്നാണ് അവൾ പറയണത്. നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ പരമാവധി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നൽകുന്ന കഠിനാധ്വാനം കൊണ്ട് നീ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഡാർക്ക് അടിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വൈറ്റായി കർത്താവളെ അനുഗ്രഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവളും ഭർത്താവും കൂടി 3 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇപ്പോൾ പറയണേ ഇപ്പം ഞങ്ങൾ 5:30 ചെല്ലണം. കാര്യം പരീക്ഷ കഴിഞ്ഞല്ല അന്ന്. പരീക്ഷ കഴിഞ്ഞപ്പോൾ 5:30 ചെല്ലണത്. പക്ഷേ അതൊക്കെ മുമ്പ് ഞങ്ങൾ 3:30 രണ്ടുപേരും കൂടി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും കൂടി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. എന്നിട്ടിരുന്ന് പഠിക്കും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് 4:30 എഴുന്നേറ്റ് വരും. 5 വയസ്സിലെ കൊച്ചുണ്ട്. അപ്പം കുഞ്ഞ് എപ്പോൾ നോക്കിയാലും അപ്പനും അമ്മയും ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ നിൽക്കണ കാണാം. അവർ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലേ. 5 വയസ്സുകാരത്ത് എപ്പോൾ എഴുന്നേറ്റാലും എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും അമ്മയും ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ കുഞ്ഞും ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ശരിക്കും അധ്വാനിക്കുകയും ചെയ്യും, അതേസമയം ചിലപ്പോൾ കയ്യിൽ നിന്നും പോകും. എൻ്റെ മക്കളെ, നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് പോകണേ കർത്താവ് പിടിച്ചോളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കൈയും കെട്ടിയിരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചിലക്ക് ധാരണയുണ്ട്. അങ്ങനെയല്ല, ആ ധാരണ അങ്ങനെയല്ല. ബിബിൻ്റെ സാക്ഷ്യം തന്നെ. ബിബിൻ രാത്രി മുഴുവൻ പഠിച്ചേച്ചുമാണ് വെളുപ്പിനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, പകല് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. അപ്പം ആദ്യം നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം. പഠിപ്പെങ്കിൽ പഠിപ്പ്, പരിശീലനമെങ്കിൽ പരിശീലനം, നമ്മൾ ചെയ്യാനുള്ളത് വൃത്തിമേനയായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ചിലപ്പോഴും കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ചിലർക്കുണ്ടല്ലോ, അച്ഛാ ഈ ജന്മം ഞാൻ ജോലി എടുത്താൽ പോലും എൻ്റെ വീട്ടിലെ കടം വീട്ടാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്താണ് അവർ ഈ ജന്മം അവർ തന്നെ അവർക്ക് ജോലി കിട്ടി ജോലി എടുത്താൽ പോലും അതിൻ്റെ ഒരു ശമ്പളം പെൻഷനും കിട്ടിയാൽ പോലും അവരുടെ കടങ്ങൾ തീരത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം? ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പല കാര്യങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ രീതി നിൻ്റെ ബുദ്ധി നിൻ്റെ ഓർമ്മശക്തിക്കും ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ ടെസ്റ്റുകൾ എഴുതാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് എഴുതണ്ട എന്നല്ല എൻ്റെ അർത്ഥം. നീ ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് ബാക്കിയുള്ള നമുക്ക് ചെയ്യാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ യോഗ്യരാകണത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് വാഗ്ദാനങ്ങൾക്കെല്ലാം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, വാഗ്ദാനങ്ങൾക്കെല്ലാം യോഗ്യമാകാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള എല്ലാം വൃത്തിമേനായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ദൈവത്തിനെ വിളിച്ചാൽ മതിയോ? ദൈവികമായ കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അങ്ങനെ പിന്നെ മരിയൻ എന്ന് പറയുന്നത് എന്തിനാണ്? പിന്നെ മറിയത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ പോരെ. അമ്മയുടെ മാധ്യസ്ഥം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? വി ആർ ഡൂയിങ് മരിയൻ കവനൻറ്റ് ഹിയർ നോ. എന്തുകൊണ്ടാണ് അമ്മയെ റിലേ ചെയ്യാൻ കാര്യം? എന്തുകൊണ്ടാണ്? പിന്നെ റിലേ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്ന് ചെയ്തേക്കാവുന്നതല്ല. അപ്പോൾ പുണ്യാളന്മാരല്ലെങ്കിൽ അമ്മയെ റിലേ ചെയ്യാം എന്ന് അല്ല വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സെമ്പോളിനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. മിസ്റ്റർ പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ സഭ എത്രയോ മുമ്പോട്ട് പോകുന്നു. പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗലോസ് അപ്പോസ്തലന് അബദ്ധം പറ്റിയത് അച്ഛൻ പറയണേ? അങ്ങനെയൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ നമ്മുടെ സെക്യൂന ടി വിയിലില്ലേ, അപ്പോൾ അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. അപ്പം ഞാനത് തലേദിവസം ഈ ഭയങ്കര ട്രാഫിക്കായ കാരണം ഞാൻ തലേദിവസം രാത്രി പോയി അവിടെ താമസിക്കാൻ. അവിടെ താമസിച്ച് വെളുപ്പിനെ ഒരു 4:30 എഴുന്നേറ്റ് കാണാം. 4:30 എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് പ്രെയറിൽ
കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ്, പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ കാലുകുത്താൻ ഒത്തില്ലെന്നാണ്. ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യയും അതുപോലെ അഫ്ഗാനിസ്ഥാനും ചൈനയും ജപ്പാനും ഉള്ള ഇത്രയും സ്ഥലങ്ങൾ പൗലോസ് അപ്പോസ്തലന് ഭയങ്കര പീഡനങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ കാല് കുത്താൻ അടഞ്ഞുപോയി. അത് ഞാൻ വെളുപ്പിനെ സെക്കൻഡിൽ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇതാ കിട്ടിയത്. അപ്പം ഞാനെടുത്ത് എന്തിനാ ഈ ഏഷ്യയിൽ പൗലോസ് അപ്പോസ്തലന് വാതിലടച്ചെന്ന് എന്തിനാണ് ഇപ്പം ഈശോ എന്നോട് പറയണത്? എൻ്റെ ആ വചനം ഒന്ന് എടുത്ത് പറഞ്ഞാൽ 2 തിമോത്തി 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 1:15. ഏഷ്യയിലുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ. ഫിഗലോസും ഫെർമോഗനസും അവരിൽ ഉൾപ്പെടുന്നു. അല്ല, അപ്പം ഏഷ്യയിലുള്ള ശിഷ്യന്മാർ പൗലോസിനെ ഉപേക്ഷിച്ച കാര്യമാണ്. അതായത് ഇനി 2 കൊരിന്ത്യൻസ് 1:8 വായിച്ചേ. സഹോദരങ്ങളെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ ഭയങ്കര തിരിച്ചടി കിട്ടിയ ആളാണ്. ഏഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലോക്കായി പോകും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഈശോ ഈ വെളുപ്പാങ്കാലത്ത് എന്നോട് ഇത് എന്തിനാ പറയണത്? ഞാൻ ഏഷ്യയിലല്ലേ സുവിശേഷ വേല ചെയ്യണത്, അവിടെ എനിക്ക് ബ്ലോക്ക് വരാൻ പോകുന്നുണ്ടോ? വാട്ട് യു മീൻ? അപ്പം ഞാനിങ്ങനെ നമ്മൾ സന്തോഷ് കരുമാ പറയും, ബ്രദർ സന്തോഷ് കരുമാ പറയും, ബ്രദർ ജോർജ്, അതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറുന്ന മുമ്പ് കുറച്ച് നേരം ഇരുന്ന് പ്രെയർ ചെയ്തപ്പോൾ ഞാൻ സന്തോഷത്തോട് പറഞ്ഞു, ബ്രദറെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈശോ ഏഷ്യ ബ്ലോക്കാകുന്നതിനെക്കുറിച്ചാണ് മെസ്സേജ് തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സന്തോഷ് പറയും, അച്ഛാ അത് എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൈലാപ്പൂർ ചെന്നപ്പോൾ, തോമാസ് ലീഗ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയുടെ അവിടെ മാതാവിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, പഴയ ഒരു പുരാതനമായ ചിത്രം. എന്നിട്ട് താഴെ അവിടെ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവിടെ ഈ ചിത്രത്തിൻ്റെ താഴെ 4 മാസം അടുപ്പിച്ചിരുന്നെന്ന് ഉപവസിച്ചുകൊണ്ട്. അപ്പോഴാണ് ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു തന്നതെന്ന്. അപ്പം ഞാൻ ആകെപ്പാടെ ആത്മാവിൽ ഉരുകിപ്പോയി. എന്നോടിത് പറയാൻ വേണ്ടിയാ, നിങ്ങളോട് ഞാനിത് പറയാൻ വേണ്ടിയാ ഈശോ രാവിലെ വെളുപ്പിനെ ഏഷ്യ പ്രശ്നം പറഞ്ഞുകൊണ്ട് വന്നത്. എന്താ കാര്യം? പൗലോസിനെ പറ്റിയ ഒരു അബദ്ധം അതാണ്. കാര്യം അമ്മയുമായിട്ട് ബന്ധമില്ലായിരുന്നു. അത് കാരണം പൗലോസിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഫ്രാൻസിസ് സേവിയർ ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം? ഇന്ത്യയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മൈലാപ്പൂര് പോയി അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് 4 മാസം അടുപ്പിച്ച് പ്രെയർ ചെയ്യുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു. അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് പോണത്, അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് പോണത്, ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് പോണത്. കർത്താവിൻ്റെ സുവിശേഷം 2 വരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പൗലോസ് പരാജയപ്പെട്ടെടുത്ത് ഫ്രാൻസിസ് സേവിയർ വിജയിക്കുന്നതിൻ്റെ കാരണം ദ ഓൺലി സിംപിൾ കോസ് ദാറ്റ് ഈസ് ബ്ലെസ്സഡ് വെർജിൻ മേരി, അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണ്. കൈയിട്ടിച്ച് കർത്താവ്. അപ്പോൾ ഏഷ്യയെക്കുറിച്ച് എന്തുമാത്രം വചനങ്ങളാണ് ബൈബിളിലുള്ളത്. എല്ലാം പൗലോസിൻ്റെ കാലത്തെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് പറ്റി. ഇപ്പോൾ അരുൺ ബ്രദറാണ് എനിക്ക് ഇത് 2 കൊരിന്ത്യൻസിൻ്റെ 1:8 ഉടനെ അദ്ദേഹം എടുത്ത് അത് ഏഷ്യയെക്കുറിച്ച് പറഞ്ഞ വചനങ്ങളാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എന്താണ് മരിയൻ എന്ന് മനസ്സിലായില്ലേ? പൗലോസിനും മരിയൻ ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് എത്രയോ പേര്, കോടികൾ, മാതാവിൻ്റെ ഒരു സംരക്ഷണം പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് ഇതിനേക്കാൾ എത്രയോ കോടികൾ ഈ പൂർവ്വദേശത്ത് കർത്താവിനെ അറിയുമായിരുന്നു. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മെരിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ
എല്ലാ കാര്യവും ശരിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിന് എല്ലാ കാര്യവും ശരിയാകേണ്ടതായിരുന്നില്ല. ഇപ്പം നിങ്ങളിത് ആൻസർ ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ മാത്രം ചെയ്താൽ എല്ലാ കാര്യവും ശരിയാകുമായിരുന്നെങ്കിൽ പൗലോസിന് ഇത്രയും തിക്കുമുട്ടലുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവം എന്തിനാ അമ്മയെ നൽകിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതിരോധ്യമായ മാധ്യസ്ഥമാണ്. പ്രതിരോധിക്കാൻ പറ്റത്തില്ല. പത്രോസൊക്കെ പറഞ്ഞപ്പോഴും ഈശോ പ്രതിരോധിച്ചായിരുന്നു. ഇവളെ കാനംകാർ വരുമ്പോൾ പറയത്തില്ലേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് കാനംകാർ വരുമ്പോൾ എന്താ പറയണത്? ഇവളെ പറഞ്ഞു വിടൂ, ഇവൾ നമ്മുടെ പുറകെ കരഞ്ഞ് വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണില്ലേ യേശുവിൻ്റെ അടുക്കത്? അപ്പോഴല്ലേ യേശു പറയണത് ഈ മധ്യസ്ഥ ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താ? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക, വിഹിതമല്ലെന്ന് പറഞ്ഞ് അതിനെ തട്ടിക്കളയും. അപ്പോൾ ചില വിശുദ്ധന്മാരായ പോലും ചില മാധ്യസ്ഥങ്ങൾ ദൈവഹിതമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുമ്പോൾ എപ്പോൾ ഓർക്കണം, അതായത് അമ്മ തന്നെ ദൈവഹിതത്തിന് കൈയും കാലും വെച്ച ആളായത് കാരണം അമ്മ പറയുന്നതെല്ലാം ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. നമുക്കിത് രഹസ്യമാണിത്. കാനായിലെ കല്യാണത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ സമയം വെച്ച ആൾക്കാർ സഞ്ചാരി മാതാവാണ്, സമയത്തിൻ്റെ ആജ്ഞയാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ കാരണങ്ങൾ ഒന്ന്, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഒരു ഉദാഹരണം, സമയമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ലല്ലോ. എന്നുവെച്ചാൽ മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യമാണത്. ക്ലിയർ അല്ലേ? ആർക്കാ മനസ്സിലാകാത്തത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ ഈശോ എന്താ മറുപടി പറയണത്? അല്ല, എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ല. അപ്പം മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യങ്ങളാണത്. നമ്മുടെ ജീവിതത്തിൽ ആരുടെയും മാധ്യസ്ഥത നിൽക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അപ്പോഴും മറിയം തന്നെയാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ ഈ മരിയൻ ഉടമ്പടിയിൽ അമ്മയുടെ മാധ്യസ്ഥത വെക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? മറ്റു മാധ്യസ്ഥങ്ങളുടെ പരാധീനതകൾ എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടൈം എങ്ങനെയാണ് അമ്മയുടെ മാധ്യസ്ഥയിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്? അതിൻ്റെ അമ്മയുടെ കപ്പാസിറ്റി എന്താണ്? അതനുസരിച്ച് റിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴേ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നേ, അതായത് നമ്മൾ റോമ 9:8 എടുത്ത്, റോമ 9:8 ശ്രുതികട ഹല്ലേലൂയ. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പൊ എബ്രാഹത്തിന്റെ മകൻ ആരാണ്? ഇസഹാക്ക് അല്ലേ? അപ്പോൾ വംശമുറക്കുള്ള മക്കളുണ്ട്. പിന്നെ എന്താണ്? എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്ന മക്കളുണ്ട്. അതാണ് വാഗ്ദാന പ്രകാരമുള്ള മക്കൾ. അതാണ് റോമ 9:8 പറയണത്. എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്നവർ. കാര്യം വിശ്വാസം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഭയങ്കര സങ്കടം എന്താണെന്നറിയാമോ? ഈ വിശ്വാസത്തിൽ പോലും പൗലോസ് അപ്പോസ്തലൻ ആരെയാണ് മാതൃകയാക്കണത്? എബ്രാഹത്തിനെയാണ്. പക്ഷേ മറിയത്തിൻ്റെ കാര്യം വരുമ്പോൾ എബ്രാഹം ഒരു നല്ല മാതൃകയല്ല. എന്താ കാര്യം? എബ്രാഹത്തിനോട് പറഞ്ഞത് എന്താണ്? 18 നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 18:10 ഉൽപ്പത്തി പുസ്തകം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 18:10 കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. എബ്രാഹത്തിനോട് കർത്താവ് എന്താ പറഞ്ഞത്? വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഇവിടെ വസന്തമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് വസന്തമെന്ന് പറഞ്ഞിട്ടില്ല. ടൈം പറഞ്ഞിട്ടില്ല. ടൈം എന്നും പ്രശ്നമാണ്. ടൈമും സ്ഥലവും പ്രശ്നമാണ്. ഇപ്പം സ്ഥലത്തിൻ്റെ കാര്യവും നമുക്ക് എപ്പോഴും ഒരു പ്രതിരോധം ഉണ്ടാകുന്നത് സ്ഥലം കൊണ്ടോ സമയം കൊണ്ടോ ആയിരിക്കും.
ദൈവം ഇടപെടുന്നത് അവിടെ തന്നെ ഇരിക്കും. എൻ്റെ സഹോദരങ്ങൾ വൃത്തിയായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. അതായത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണത് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്ന സാഹചര്യം പ്രതികൂലം, ഇപ്പം ചില പറയത്തില്ലേ, സാഹചര്യം പ്രതികൂലമാണെന്നൊക്കെ പറയത്തില്ലേ, അതെന്താ വെച്ചാൽ അത് ചില സമയദോഷം എന്നൊക്കെ പറയും, ചില സ്ഥലത്തിൻ്റെ സ്ഥാനത്തിൻ്റെ കുഴപ്പം പറയും. പക്ഷേ ഞാൻ ആ രീതി സംസാരിക്കുകയല്ല. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ സാഹചര്യത്തിൻ്റെ 2 എൻറ്റിറ്റീസാണ് ടൈം ആൻഡ് സ്പേസ്. ഇത് ചില സമയത്ത് നമുക്ക് സർവൈവിങ്ങിന് എതിരെ നിൽക്കും. ഇത് ചില സമയത്ത് ദൈവം തന്നെ ഷിഫ്റ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം അമ്മയുടെ കാര്യം തന്നെ, അതായത് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഗ്രേസ് കിട്ടുന്ന മുമ്പ്, ഗ്രേസ് ഡബിൾ ചെയ്യുന്ന മുമ്പ് ഷിഫ്റ്റിംഗ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അയ്യോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞ് ഞാൻ ചത്ത് കളയോ എന്നൊന്നും പറഞ്ഞേക്കരുത്. കാര്യം ഷിഫ്റ്റിംഗ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന് 2:5 വായിച്ചേ, ലൂക്കായുടെ സുവിശേഷം. ശ്രുതികടെ ലൂക്ക 2:5. പേരെഴുതിക്കാനായി പറഞ്ഞോളൂ. ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അതായത് മറിയം 9 മാസം 10 ദിവസം ഉള്ളപ്പോൾ 9 മാസം 7 ദിവസം ഉണ്ടപ്പോൾ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയമാണിത്. ഗർഭിണിയല്ല, പൂർണ്ണ ഗർഭിണിയാണ്. ഇനി 72 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്യണത്? ഇറ്റ് ഇസ് നോൺ സെൻസ്. ആർക്കും അറിയാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് ലേഡിയോട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡിയോടും ലോകത്ത് ആരും ചെയ്യാൻ പറ്റാത്ത, ദൈവം ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം ചെയ്യണത്. ചില സമയത്ത് നമ്മളോട് ദൈവം ഒരു കാലത്തും നമ്മുടെ മാതാപിതാക്കന്മാർ പോലും ചെയ്യാത്ത നമ്മുടെ ശത്രുക്കൾ പോലും ചെയ്യാത്ത അപരാധങ്ങൾ ചെയ്തെന്ന് നമുക്ക് തോന്നണ ചില സമയമുണ്ട്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. വളരെ സീരിയസ് വിഷയമാണിത്. കാര്യം ഇവർക്കൊരു കുഴപ്പമില്ലാത്ത നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. ഒരു 10 മാസം മുമ്പ് ഇവർ പ്രഗ്നൻ്റ് ആകണ മുമ്പ് മാലാഖ വന്ന് സ്തുതിയൊക്കെ പറഞ്ഞ ആളാണ്, അല്ലേ? അവിടെ പറഞ്ഞ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവരുടെ ഒരു കുഴപ്പങ്ങളൊന്നുമുള്ള ആളല്ല, കൃപ നിറഞ്ഞ ആളാണ്. ഇപ്പം കൃപ നിറഞ്ഞ ആളായിട്ടും ഇവരോട് ഈ ദ്രോഹം ചെയ്യേണ്ട കാര്യമില്ല. കന്യാമ്മയുടെ കൂടെ മര്യാദക്ക് ആ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടി ഉള്ള കുഴമ്പും എണ്ണയും തുണിയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിരിക്കണം. ഈ സെറ്റപ്പിൽ നിന്ന് പെട്ടെന്ന് ഇവരെ ലിഫ്റ്റ് ചെയ്ത് കളയും. ഈ ലിഫ്റ്റിങ് ഏത് സമയത്തും ഉണ്ടാകാം. അതായത് ഞാനിതൊക്കെ അമ്മയ്ക്ക് തന്നെ പഠിച്ചത്. ഷിഫ്റ്റിങ് വരുമ്പോൾ, ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ച 2 നിലപാടുകളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഗ്രേസുമായിട്ട് ഫ്രണ്ടിലാണെന്ന് പറയണം. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ കൃപയുടെ പോക്കുവരവുകളോട് ഒരു വളരെ ഫ്രട്ടൈൻ ആയിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കേണ്ടി വരും. അല്ലാതെ മോന്തം കയറ്റി പ്രാർത്ഥനയില്ല, ഭക്ഷണവും ഇല്ല, ഞാനിനി ഒരു ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കട്ടില്ല, എല്ലാ ദൈവത്തിനും പ്രാർത്ഥിച്ച് ഞാൻ അവസാനം ഈ പരുവത്തിലായി, ഇങ്ങനെയുള്ള ചീപ്പ് ഡയലോഗൊന്നും അടിക്കാതെ മര്യാദക്ക് ആഴമുള്ള വിശ്വാസിയെപ്പോലെ ദൈവദിവസനെ വ്യാപരിക്കണം. അങ്ങനെ നീ വ്യാപരിക്കുന്ന വരെ ഷിഫ്റ്റിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ കണ്ടില്ലേ, അമ്മ ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഒന്ന് നോക്കിയേ, ഞാൻ തന്നെ ഓർത്തിട്ട് ആത്മരോഷം കൊണ്ടിട്ടുണ്ട്. ഈ വയറും വലിച്ചുകൊണ്ട് എത്ര കിലോമീറ്ററാണ് ഇവരെ കൊണ്ടുപോയി. ഇവർ നസ്രത്തിൽ താമസിക്കുകയാണ്. ഞാൻ ആ വഴി വണ്ടി പോയ ആളാണ്. എന്നിട്ട് ഏതാണ്ട് 4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ച് ഈ ബെത്ലഹേമിൽ നിന്ന് നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിൽ എത്തിയത്. അത് വണ്ടി പോയിട്ടാണ്. നല്ല ഒന്നാമത് ഇസ്രായേൽ റോഡെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഇൻ്റർനാഷണൽ റോഡാണ്. ചുമ്മാ പറപ്പിച്ചൂടെ പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ അമ്മ താമസിച്ച സ്ഥലത്ത് വരുമ്പോൾ 4 മണിക്കൂർ ഓട്ടോ പറ്റിയുണ്ട്. അപ്പം അവിടെ എല്ലാം കൂടി ഒറ്റക്ക് പോയിരിക്കുന്നതാണ്. നടന്ന് ഈ അസപിതാവുമായിട്ട് ഈ ഉയർത്ത വയറുമായിട്ടാണ് ബെത്ലഹേമിലേക്ക് പോണത്. എന്തിനാണ് ആ കനേഷ്മാർ വേണമെങ്കിൽ നീട്ടി വെക്കാൻ വരുന്നത്, അല്ലെങ്കിൽ പ്രസവത്തിന് നേരത്തെ ഒരു 6 മാസം മുമ്പ് വെക്കാൻ വരുന്നത്. ദൈവത്തിന് എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റും? എപ്പോഴും സഹായിക്കത്തില്ല. അത് നീ ദൈവത്തോട് ഇടിവെക്കാൻ നോക്കരുത്, ബഹളം ഉണ്ടാക്കരുത്.
മര്യാദയ്ക്ക് അമ്മ തന്നൊരു വഴിയുണ്ട്. എന്താണ്? 2 സമയത്ത് ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ അമ്മ ബോധപൂർവ്വം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം നിങ്ങൾ പറയുമോ, എത്ര പേര് എന്നേക്കാൾ മോശമായിട്ടുള്ള എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ ജോലി കിട്ടിപ്പോയില്ല, എന്നേക്കാൾ നേരത്തെ എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് നാണമാണിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ. കാര്യം എന്നേക്കാൾ താമസിച്ച് കല്യാണം കഴിച്ച 3 കൊല്ലം താമസിച്ച് കല്യാണം കഴിച്ചവർക്കൊക്കെ ഇപ്പോൾ 2 പിള്ളേരായി. അപ്പോൾ അവരൊക്കെ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? നിനക്ക് എപ്പോഴെങ്കിലും നീ ആരോടും പറഞ്ഞില്ലെങ്കിൽ നീ സ്വന്തമായിട്ട് ചോദിക്കെങ്കിലും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. അതിവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് പറയണം. കാര്യം അമ്മ ഈ കാലഘട്ടം, ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിലെ കാര്യം നമുക്കറിയാം, ഗ്രേസ് നമുക്കറിയാം. ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണേ, അതായത് ദൈവം എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്തൊരു ദൈവമാണ്. സത്യദൈവമാണെങ്കിൽ